എല്ലാ പകവീട്ടലും അന്വേഷണങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും കാര്യമായ കാരണമില്ല എന്നിരിക്കെ രാഹുൽ മാങ്കൂട്ടം എംഎൽഎക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ നിമിഷം വരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയോ കുറ്റമോ ഇല്ലെന്നും എല്ലാ എംഎൽഎമാരെയും പോലെ തന്നെ അദ്ദേഹത്തിനും സഭയിൽ പങ്കെടുക്കുകയും തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റാമെന്നും നിയമസഭയുടെ അധ്യക്ഷനായ സ്പീക്കർ അറിയിച്ചിരിക്കുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎ പ്രതിയാണെന്ന റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് സ്പീക്കർ ഷംസീർ വ്യക്തമാക്കിയിരിക്കുന്നത്. സഭയിൽ വരാൻ നിലവിൽ രാഹുൽ അടക്കമുള്ള അംഗങ്ങൾക്ക് ഒരു തടസ്സവുമില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ നിലവിലെ വെറും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ പ്രതിഷേധമുണ്ടാകുമോ എന്ന കാര്യം തനിക്ക് പറയാൻ മുൻകൂട്ടി കഴിയില്ലെന്നും എൻ ഷംസീർ വ്യക്തമാക്കി. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന CPMകാരുടെ സ്വഭാവം നന്നായി അറിയാവുന്ന ഷംസീർ അങ്ങനെ തന്നെ പറയുകയുള്ളൂ. ഒരു പരാതിയോ കേസോ ഇല്ലാത്ത ഒരു സംഭവത്തിൽ MLA ആയ രാഹുലിനെ കൊടുക്കാൻ വേറെ വഴിയില്ല എന്ന് കണ്ടപ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ട് ക്രൈംബ്രാഞ്ചിനെ ചുമതലപ്പെടുത്തിയത്. പക്ഷേ അവർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇതുവരെയുള്ളത്. അവരുടെ പണി ആദ്യം തന്നെ ഒരു പരാതിക്കാരിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആ ശ്രമവും ഇതുവരെ വിജയിച്ചില്ല എന്നുള്ളതാണ് ആദ്യ ദിവസം ലഭ്യമാകുന്ന റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ ക്രൈംബ്രാഞ്ച് നിയമസഭാ സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകുമെന്ന റിപ്പോർട്ടുകൾ അതുണ്ടായിരുന്നുവെങ്കിലും അതും നടന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അന്വേഷണ വിവരങ്ങൾ സ്പീക്കറെ അറിയിക്കുമെന്ന റിപ്പോർട്ടായിരുന്നു ഉണ്ടായത്. അതൊന്നും അറിയിക്കാതിരിക്കുന്നതോടെയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ നിയോഗിച്ച അന്വേഷണ സംഘവും കുട്ടി സഖാക്കളും റിപ്പോർട്ടർ ചാനലും ഒക്കെ ചേർന്ന് പഠിച്ച പണി 18 പുറത്തെടുക്കുകയാണ് ഇപ്പോഴും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ കേസിൽ ഇരകളെ സമ്മർദ്ദത്തിലാക്കാൻ അതുവഴി ശ്രമിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളും ഉയർന്നു വരികയാണ് സമൂഹത്തിൽ നിന്നും. കള്ളപ്പരാതിയോ അല്ല ഇനി ഊഹാപോഹങ്ങളെ തുടർന്നുള്ള പരാതിയായാലോ വേണ്ടില്ല, രാഹുലിനെതിരെയുള്ള എന്തും സ്വീകരിക്കപ്പെടുമെന്നൊരവസ്ഥയിലാണ് അന്വേഷണ സംഘവും നിൽക്കുന്നത്. കിട്ടാവുന്ന ഇടങ്ങളിൽ നിന്നെല്ലാം സ്രോതസ്സുകളിൽ നിന്നെല്ലാം അവർ തെളിവുകൾ ശേഖരിക്കാൻ ഒരുങ്ങുകയാണ്. രാഹുലിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷണ സംഘം പരിശോധിക്കാൻ പോവുകയാണ്. മാധ്യമപ്രവർത്തകരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കും. 4 വനിതാ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുക്കും എന്നാണ് പറയുന്നത്. അതുപോലെ രാഹുൽ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്ന പരാതിയിൽ ഏത് വിധേനയും പണിയൊപ്പിക്കാൻ നോക്കുകയാണ്. അതിൻ്റെ ഭാഗമായി രാഹുലിനെതിരെ പരാതി നൽകിയ അഭിഭാഷകൻ ഷിൻഡോ സെബാസ്റ്റ്യനെ ക്രൈംബ്രാഞ്ച് ഇന്നലെ വിളിച്ചു വരുത്തി ചിലത് ചോദിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിച്ചുവെന്ന് കാണിച്ചുകൊണ്ട് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് ഈ പറയുന്ന ഷിൻഡോ പരാതി നൽകിയത്. ഗുരുതര വകുപ്പുകൾ ചുമത്തേണ്ട കുറ്റകൃത്യമാണ് ഇതെന്ന് രാഹുൽ നടത്തിയത് എന്നാണ് ഷിൻഡോ സെബാസ്റ്റ്യൻ പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഷിൻഡോ മാധ്യമങ്ങൾ പറയുമ്പോഴാണ് ഈ ഗർഭമുണ്ടായ കാര്യം തന്നെ അറിയുന്നത് എന്നതും വിരോധാഭാസമാണ്. ഏതായാലും രാഹുലിനെ കുടുക്കാൻ വലിയൊരു പിണറായി സംഘം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നാളെ ഒരു പക്ഷേ പ്രതിയായി മാറാമെങ്കിലും ഇപ്പോൾ സ്പീക്കർ പറഞ്ഞിരിക്കുന്ന കാര്യവും സ്പീക്കർ എടുത്ത നിലപാടും രാഹുൽ മാങ്കൂട്ടം MLAക്ക് ആശ്വാസം തന്നെയാണ്.